ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഉണ്ട്. സജീവമായിട്ട് ഈ കാര്യം ചർച്ചയാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ടും ചർച്ചയാവുന്നത്. അഖിൽ മാരാർ ഒരു നമ്മുടെ ഒരു പ്രദേശത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ആണ് എല്ലാവരും വിലയിരുത്തിയിരുന്നതും കണ്ടുകൊണ്ടിരുന്നതും. കോൺഗ്രസിന് വേണ്ടി പലപ്പോഴും സംസാരിക്കുന്നുണ്ട്, UDF വേണ്ടി സംസാരിക്കുന്നുണ്ട്, ഒരു പ്രതിപക്ഷത്തിന് സ്വയത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് അഖിൽ മാരാർ കടന്നുപോയത്. അതേസമയത്ത് നമ്മൾ ഇപ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവും നടത്തുന്നുണ്ട്, പ്രസ്താവന നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു സുപ്രഭാതത്തിലാണ് അഖിൽ മാരാർ NDAയുടെ ഭാഗമായിട്ടുള്ള 2020 എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അഖിൽ മാരാർക്ക് പല കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ഉണ്ടെന്ന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് 2020 കോർഡിനേറ്ററുകൾ സാബുവും ജേക്കബ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് മണ്ഡലം എവിടെയാണെന്നോ ഉള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. അതൊക്കെ NDA തീരുമാനിക്കും. NDAയിൽ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും അക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തുക എന്ന് സാബു പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് ഡിമാൻഡ്സ്, അതായത് തനിക്ക് താല്പര്യമുള്ള മണ്ഡലം അടക്കമുള്ള കാര്യങ്ങൾ അഖിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നൊരു അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ കാര്യം നമുക്ക് സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ അഖിലിൻ്റെ 2020 പ്രവേശനത്തിൽ 2020 NDAയുടെ ഭാഗമാകാനുള്ള തീരുമാനത്തെ ലിജിൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ അഖിൽ മാരാർ ബിഗ് ബോസിലെ വിജയിയാണ്. അദ്ദേഹത്തിന് പിന്നെ ബിഗ് ബോസിൽ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി വെച്ച് വിജയിച്ച ഒരു ഗെയിമാണത്. അതിൽ വിജയിച്ചൊരു മനുഷ്യനാണ്. അത് പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ഒരു സീസൺ കൂടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കിതിന് മുന്നിലുള്ള ബിഗ് ബോസിനെ എടുത്ത് നോക്കിയാൽ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോഴേക്കും അതിൻ്റെ വിജയികളുടെയൊക്കെ ഒരു പ്രീതി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് പോകാറുണ്ട്. പക്ഷെ അഖിൽ മാരാർ അത് നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അയാൾ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു. അയാൾ CPM കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പണ്ട് BJP പോയത് അദ്ദേഹം നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അഖിൽ കോട്ടത്തല എന്ന അഖിൽ മാരാർ. പിന്നീട് അദ്ദേഹം BJP പോകുന്നു, BJP അംഗത്വം സ്വീകരിക്കുന്നു, പിന്നീട് ബന്ധം ഉപേക്ഷിക്കുന്നു. അത് BJP ചേർന്ന് പോരത്തോണ്ട് അവരെ വർഗീയ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നു. പിന്നെ തിരിച്ചിപ്പോൾ ഈ പിന്നെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ ആയി സജീവമായി അഖിൽ മാരാർ എന്ന പേര് എടുത്ത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയ ശേഷം അദ്ദേഹം വീണ്ടും CPM കടന്നാക്രമിച്ചുകൊണ്ട് താൻ BJP പോയതിനൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് സജീവമായിട്ട് കോൺഗ്രസിനെ പിന്നെ പ്രത്യക്ഷമായും പരോക്ഷമായൊക്കെ പിന്തുണച്ച് രംഗത്ത് വരികയായിരുന്നു. VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വലിയ സപ്പോർട്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ കാണാൻ വേണ്ടി പോയതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ അഖിൽ മാരാർ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ടുള്ള വാർത്ത ഒരു റൂമർ വന്നു. അത് വല്ലാണ്ട് ചർച്ചയായിരുന്നു. അപ്പോൾ അഖിൽ മാരാറും ആ സീറ്റ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പിന്നീട് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് CPM മുൻ MLA ഐഷ പോറ്റിയെ കോൺഗ്രസിൻ്റെ വിസ്മയത്തിൻ്റെ ഭാഗമായിട്ട് അവിടത്തേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തുമ്പോൾ യാതൊരു സംശയമില്ല ഐഷ പോറ്റി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അഖിൽ മാരാറുടെ സീറ്റ് പോയി, പ്രതീക്ഷ പോയി, അവിടെ അസ്തമിച്ചു. അതുവരെ ആ ആഴ്ച വരെ അഖിൽ മാരാർ അവിടെ UDF സ്ഥാനാർത്ഥിയാവുന്നു കേട്ടിരുന്നതാണ്. അതിനിടക്ക് പിന്നെ നമ്മൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്തവരെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പറയരുതെന്ന് പറഞ്ഞിരുന്നു. ആരെയാണ് ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോഴായിരുന്നു ഇദ്ദേഹം ചെന്നിത്തല കയറി ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടത്തിയത്. ചെന്നിത്തലക്ക് ഓരോ വ്യക്തികളെ തിരിച്ചറിയാനും ഒരു രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടുവരാനും പ്രത്യേക കഴിവുള്ള മനുഷ്യനാണ്. ലിജിൻ പറഞ്ഞ ഇക്കാര്യം അങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം ചെന്നിത്തലയ്ക്ക് ഒപ്പോൾ ഒരു ഫോട്ടോ അഖിൽ പങ്കുവെക്കുകയും ചെയ്തു. അതെ ഉണ്ട്, തീർച്ചയായും. അത് അഖിലെ നമ്മൾ പറഞ്ഞ അഖിലിപ്പം ഈ NDAയിലേക്ക് BJP എല്ലാം അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിഷനുള്ള മനുഷ്യനാണ്. എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് അറിയാം. ഈ പറഞ്ഞതിൻ്റെ ഭാഗമാണ് ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ നോക്കിയാൽ CPM തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം വരുന്നത്. അതിൽ കഴിഞ്ഞൊരു February 10 തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം 2 പോസ്റ്റുകളിൽ VD സതീശിനെ ആക്രമിക്കുന്നുണ്ട്. അത് അവിടെ എത്തുമ്പോഴേക്ക് കളി മാറി. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാവുന്ന ഉറപ്പിച്ചു. ആ സമയത്ത് തന്നെ അവിടുത്തെ മുൻ സ്ഥാനാർത്ഥി R രശ്മി കോൺഗ്രസിൻ്റെ നേതാവ് പിന്നെ പാർട്ടി വിടുന്നത് ഇതൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ സീറ്റ് എന്തായാലും കിട്ടില്ലെന്ന് ഉറപ്പായ സമയത്ത് അഖിൽ മാരാർ കളി നേരം മാറ്റിയിട്ട് അദ്ദേഹം മറ്റു മണ്ഡലങ്ങൾ വെച്ചു. അതായത് ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ മതി. നേമം, നേമവും ചടയമംഗലം, ധർമ്മടം ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മതി. അതായത് സൂക്ഷിച്ചു നോക്കിയാൽ ധർമ്മടം മണ്ഡലം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമാണ്. മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഈ സമയത്ത് അഖിൽ മാരാർ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ഥാനാർത്ഥിയാവുക, ഫെയിം മാത്രമാണ്. അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. ഈ പറഞ്ഞ ആരും ഷാഫിയുടെ പേര് നേരത്തെ കേട്ടിരുന്നു. അതൊക്കെ എന്തോ ആവട്ടെ, ഒരു 99% തോൽവി ഉറപ്പുള്ള മണ്ഡലമാണ് UDFന് ധർമ്മടം പോലുള്ള മണ്ഡലം. അവിടെ പോയി മത്സരിക്കുന്നു പറയുമ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ. പിണറായിക്കെതിരെ മത്സരിക്കുന്നു. ആ ഒരു പിണറായിയുടെ എതിരാളിയാർ അഖിൽ മാരാറാണ്. ആ ഒരു പേരാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ ചടയമംഗലത്തിന് വേണ്ടി കുറച്ചധികം വാദിച്ചു എന്നൊക്കെ കേട്ടു. അവിടെയും കിട്ടുന്നില്ല എന്നായപ്പോഴേക്ക് ഈ ഞാൻ പറഞ്ഞ February 10 ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി UDF പോലെ പ്രതീക്ഷയില്ല, സീറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം UDFിൻ്റെ പ്രശ്നം ഇപ്പം പറഞ്ഞാൽ CPM വരുന്നവർക്കെല്ലാം സീറ്റ് കൊടുക്കാൻ തന്നെ അവിടെ തികയുന്നില്ല. അപ്പോൾ പിന്നെ അഖിൽ മാരാറിനെ എടുക്കില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴേക്ക് അത് മെല്ലെ BJP മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ BJP ഈ ഓരോ പാർട്ടികളും ഇപ്പോൾ കനകോലിനോ പറയുന്ന പോലെ തന്നെ തങ്ങളുടെ സീറ്റ് ആർക്കാണ് വേണ്ടത് ഒരു സ്വകാര്യ ഏജൻസി വെച്ച് BJP പഠിച്ചിരുന്നു മണ്ഡലങ്ങളിലെ സാധ്യതകൾ വെച്ചു. അപ്പോൾ കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ വന്നാൽ ഗുണമാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്.
കൊട്ടാരക്കരയിലേക്ക് അഖിൽ മാരാറിനെ അവർ ശ്രമിച്ചു. പക്ഷേ അഖിൽ മാരാർ BJPയിലേക്ക് വീണ്ടും ഒരു മടങ്ങിപ്പോയി. ഈ പറഞ്ഞ പോലെ തന്നെ BJPക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. BJPയിൽ നിന്ന് തിരിച്ചു വന്ന വ്യക്തിയാണ്. അപ്പം BJPയിലൂടെ വീണ്ടും പോകുന്നതിനെക്കുറിച്ച് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മാരാറിന്. അങ്ങനെ ഇരിക്കുകയാണ് സാബു ജേക്കബിന്റെ 2020 NDയിലേക്ക് എത്തുന്നത്. അപ്പം ആ വഴിയിലൂടെ ഒന്ന് നോക്കിയാലൊന്ന് BJP ആഗ്രഹിച്ചു. ആ ചർച്ചകളാണ് സാബു വഴിയാണ് ഈ ഓപ്പറേഷൻ നടന്നതെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായും ഈ പറഞ്ഞ പോലെ BJPയിലേക്ക് അഖിൽ മാരാറിന് നേരിട്ട് പോകാൻ താല്പര്യമില്ലാന്നായി. പക്ഷേ കൊട്ടാരക്കരയിൽ കിട്ടിയ കൊള്ളാന്ന് BJPക്ക് ഉണ്ട്, NDA ഉണ്ട്. ആ ഘട്ടത്തിൽ NDA വന്നപ്പം പിന്നെ സാബു ജേക്കബ് വഴി ചർച്ചകൾ പുരോഗമിക്കുന്നു. ആ ചർച്ചകൾ പുരോഗമിക്കുന്ന ഈ പറഞ്ഞ ഒരാഴ്ച കാലയളവിലാണ് സതീശനെതിരെ 2 പോസ്റ്റ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഇടുന്നത്. അങ്ങനെ വന്ന് ഇപ്പം NDA പ്രവേശനങ്ങളെ മത്സരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊട്ടാരക്കര തന്നെ ആയിരിക്കും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, നിലവിലും പറയാൻ പറ്റില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്. ആ കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ KN ബാലഗോപാൽ ധനമന്ത്രി കൊട്ടാരക്കരയിൽ CPM സ്ഥാനാർത്ഥിയാവും. ഐഷ പൊറ്റി മുൻ CPMന്റെ കരുത്തുറ്റ നേതാവാണെന്ന് പറയാൻ പറ്റും. കൊട്ടാരക്കരയിൽ ജനങ്ങൾ R ബാലകൃഷ്ണപിള്ള ഒരു കുത്തകയൊക്കെ ചേർന്ന് UDFന്റെ കോട്ട പിടിച്ചെടുത്തിട്ട് ആദ്യം 15 സംതിങ് വോട്ടിന്, രണ്ടാമത് 40,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് മണ്ഡലം പിടിച്ച വ്യക്തിയാണ്. അതിനുശേഷം ബാലഗോപാൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് 10,000 വോട്ടാണ് R രശ്മി, കോൺഗ്രസിനെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ R രശ്മി മികച്ച പോരാട്ടം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ തവണ. R രശ്മിയുടെ പോരാട്ടം അത് ജയത്തോളം പോകുന്ന പോരാട്ടം എന്ന് പറയാം. ബാലഗോപാലിനെ പോലെ ഈ 40,000 ഭൂരിപക്ഷ മണ്ഡലത്തിലാണ്. അങ്ങനെ വന്ന് രശ്മി ഇപ്പം കോൺഗ്രസിൽ തുടങ്ങിയാണ്. അത് വീണ്ടും രശ്മിക്ക് അവസരം കിട്ടുന്ന രശ്മി കരുതിയിരുന്നു. ഐഷ പോറ്റി വന്നപ്പോൾ ആ സീറ്റ് പോയി. രശ്മി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇവിടെ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ രശ്മി അങ്ങോട്ട് പോകുന്നത്. രശ്മി എന്ന് പറയുന്നത് UDFയിലേക്ക് BJP കിട്ടിയാൽ അവർക്ക് മികച്ചൊരു കാൻഡിഡേറ്റ് അത് മാറും. കാരണം കൊട്ടാരക്കരയിൽ ഇപ്പം ഐഷ പോറ്റി CPM എങ്ങനെയായിരുന്നു അതുപോലെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം 3 പാർട്ടിമാർ വരുന്ന 2 പേരും മത്സരിക്കുന്ന അവസ്ഥയും. അങ്ങനെ വരികയാണെങ്കിൽ ഒരിക്കലും ഈ അഖിൽ മാരാർ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി അധികം വാശി പിടിക്കില്ല. കാരണം അദ്ദേഹത്തിന് ആവശ്യം ഫെയിം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ ധർമ്മടമായാലും ചടയമംഗലമായാലും നേമമായാലും ഏത് സീറ്റിലായാലും അദ്ദേഹത്തിന് മത്സരിച്ചാൽ മാത്രമേ ഇതിനുള്ളൂ. നേമം സീറ്റ് എന്തായാലും അഖിൽ മാരാറിന് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നമുക്കറിയാം BJPയുടെ പ്രധാന നേതാക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചൊരു സീറ്റ് തന്നെയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പം അഖിൽ മാരാർ എന്തായാലും മത്സരിക്കുന്ന ഉറപ്പാണ്. ഈ പല മുന്നണികളും അതായത് കോൺഗ്രസിലേക്ക് സീറ്റ് നോക്കിയിരുന്നു, അവിടെ കിട്ടുന്നില്ലെന്നായപ്പം മുന്നണി മാറിയിട്ടായാലും ഒരു വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കയറിയിട്ടായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അഖിൽ മാരാർ എത്തി. അത് അദ്ദേഹത്തിന്റെ വിജയമാണ്. NDAയുടെ വിജയമാണോ 2020 വിജയമാണോ എന്നുള്ളത് അവർക്ക് രാഷ്ട്രീയമായി അത് ഈ ഒരു തീരുമാനം തോൽവിയാണോ തിരിച്ചടിയാണോ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അഖിൽ മാരാറിന്റെ ആദ്യ സ്റ്റെപ്പ് വിജയിച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ 2020യുടെ കാര്യം പറയുമ്പോൾ 2020ക്ക് ഇപ്പോൾ അഖിൽ മാരാറിനെ പോലെ ഒരു ഫെയിമുള്ള ഒരാളെ കൂടെ നിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. പക്ഷെ ഇന്നടുത്ത് സാബു ജേക്കബുമായിട്ട് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അഖിൽ മാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ രാജ്യത്തിന്റെ പൊതു കാര്യങ്ങളടക്കം ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അത് എന്നെ അതിന്റെ പേര് എന്നെ സംഖ്യയാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നെ എല്ലാവരും സംഖ്യ തന്നെ വിളിച്ചു. ഞാൻ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ എല്ലാവരും എന്നെ കോൺഗ്രസ് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഖിലിന്റെ പറയുന്ന പല കാര്യത്തിലും അഖിലിന്റെ നിലപാടിലെ ഒരു കുറവുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് അഖിൽ പറയുന്നൊരു ഉത്തരവുണ്ട്. ഞാൻ മറ്റൊരു യൂണിവേഴ്സ് ആണ്. അവർ ഉയർത്തുന്ന വാദങ്ങൾ എങ്ങനെയാണോ ലോജിക് എന്നാണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്നത് പറയുന്നുണ്ട്. എനിക്കിപ്പോ ഞാൻ ബിഗ് ബോസ് വന്നു, അതിനുശേഷം സിനിമ ചെയ്തു, അതിനുശേഷം എനിക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ആരോ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള മാർഗമാണ്. അപ്പൊ അഖിലിന് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് ബന്ധപ്പെട്ട് അഖിലിന് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ആ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും അഖില് കറക്റ്റായിട്ട് ഉത്തരം നൽകാൻ പറ്റില്ല. അങ്ങനെ നൽകാൻ പറ്റുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ കുറച്ച് അഖിലിന് അവിടേക്ക് ഒരു കുറവുണ്ട്. അദ്ദേഹത്തിന് നിലനിന്ന് പോയി ലൈം ലൈറ്റിൽ എങ്ങനെയാണ് സ്റ്റാർ ആയി നിൽക്കേണ്ടതെന്ന് അറിയാം. ഈ ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇപ്പം പിടിച്ചിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അദ്ദേഹം സെലിബ്രിറ്റി സ്റ്റാർസ് കളയാണ്ട് എങ്ങനെ പിടിച്ചിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം എല്ലാവരും കൂടി ഇപ്പം നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പം 2020 ആയാലും നമുക്കറിയാം പ്രധാനപ്പെട്ട NDAക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളുണ്ട്. NDA ഇപ്പോൾ പഴയ അവസ്ഥയിലല്ല, BJP NDA സീറ്റുകളുണ്ട്. അത് 2020യുടെ സാധ്യതകൾ നമുക്ക് മത്സരിച്ച് വരുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ സീറ്റുകളൊന്നും അങ്ങനെ അത്തരം സാധ്യതകളുള്ള സീറ്റുകളൊന്നും ലഭിക്കാൻ പോകുന്നൊരു വ്യക്തിയല്ല അഖിൽ മാരാർ. ഈ പറഞ്ഞ പോലെ തന്നെ ധർമ്മടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റുകൾ കൊടുക്കുകയുള്ളൂ. അഖിൽ മാരാർ കോൺഗ്രസിനോട് ചോദിച്ചത് ധർമ്മടോയാണ്, ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്, MLA എന്നല്ല. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതുപോലെ പ്രസ്താവന നടത്തിയിട്ട് ഏറ്റവും വലിയ ഘടകം നമ്മളിപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം 2020ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മത്സരിക്കുമെങ്കിൽ കൂടി BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മറ്റു മണ്ഡലങ്ങൾ ഇദ്ദേഹം പ്രചരണത്തിലെത്തുന്നതാണ്. കാരണം CPMനെതിരെ ഇപ്പോൾ ശബരിമല വിഷയമായാലും മറ്റു വിഷയമായാലും എല്ലാത്തിനും പറഞ്ഞിട്ട് ശബരിമല വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസമായിട്ട് പോസ്റ്റ് ഉണ്ട്. അത് എന്ത് ലോജിക്കാണ്, എന്ത് അർത്ഥത്തിലാണ് അങ്ങനെ വരുന്നത് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ചില പ്രാവശ്യം പറയാൻ വേണ്ടി പറ്റില്ല പറഞ്ഞത് മറ്റൊരു ടൂറിസത്തെയാണ് അദ്ദേഹം ഈ CPM ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ശബരിമലയിൽ വേറൊരു രീതിയിലുള്ള ടൂറിസത്തിന് വേണ്ടി ശ്രമിക്കുമായിരുന്നു, അതാണ് യുവതികളെ കയറ്റം നോക്കിയതൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് വായി തോന്നുന്നു എന്തും പറയുന്നൊരു ലെവലിലേക്ക് പോകുന്ന വ്യക്തിയായിട്ടാണ് വന്നത്. അപ്പം UDFന് ഇപ്പം എന്തായാലും തിരിച്ചടി കിട്ടിയ സതീശനെതിരെ ഇന്ന് തന്നെ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കാന്തപുരത്തിന്റെ വിഷയം ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ കൂടുതൽ എന്തായാലും CPMനൊക്കെ കുറച്ചുകൂടെ ദേഷ്യം കോൺഗ്രസോട് കൂടാൻ ഉണ്ട്. കാരണം അവിടെ സീറ്റ് മോഹിച്ചതാണല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ഈ സർവേയുടെ കാര്യം പറഞ്ഞു, സർവേയുടെ അടിസ്ഥാനത്തിലാണ് അഖിൽ മാരാറിനെ ഒപ്പം നിർത്താനുള്ള ഒരു തീരുമാനം, അതായത് 2020 വഴി ഒപ്പം നിർത്താനുള്ള തീരുമാനം
BJP നോക്കിയത്. പക്ഷെ അതിൻ്റെ അകത്ത് എത്രത്തോളം ഒരു നേട്ടം ഉണ്ടാവില്ല. അഖിൽമാരാറിനെ പോലെ ഒരു അവിടെ ഇപ്പോൾ ഈ മണ്ഡലത്തിന്റെ അവസ്ഥയിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ 2 പ്രാവശ്യവും 15% വോട്ടാണ് പിന്നെ NDAക്ക് ഉള്ളത്, BJPക്ക് ഉള്ളത്, NDAക്ക് ലഭിച്ചത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് 20% എത്തിക്കാനാണ്. വോട്ട് ഷെയർ ഉയർത്തുക എന്ന് മാത്രമല്ല കൊട്ടാരക്കര പോലെ അഖില് സംസാരിക്കുന്ന പല വിവാദത്തിലേക്ക് അല്ല. അത് നമ്മളിപ്പം അത് മറ്റു നമ്മൾ നെഗറ്റീവ് പ്രചാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നിലവിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ പ്രചാരണത്തിന് ആ സമയത്ത് തന്നെ നമ്മൾ മറുപടി നൽകേണ്ട ഒരു അതിപ്പോ നമുക്ക് പറയാം. ഇപ്പൊ CPM കോൺഗ്രസിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, CPM ചില നേതാക്കളെ CPM അനുഭവികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഒന്നും മിണ്ടായിരിക്കണേന്ന്. ചില നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ പുലിവാല് പിടിക്കുന്ന അവസ്ഥയാവും. അത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പോകാറുണ്ട്. പക്ഷേ ആ സമയത്ത് BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ല, അല്ലാത്ത സമയത്തായാലും അവരിങ്ങനത്തെ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി പറഞ്ഞ പബ്ലിസിറ്റി ഉണ്ടല്ലോ, അവർക്കതിന് അവർക്കതിന് ഉത്തരം കൊടുക്കണ്ടേ. ഈ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് അതിനൊരു പരിഗണന ലഭിക്കാറുണ്ട്. ആരും നിങ്ങൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ട് രണ്ടാമത് ചോദിക്കാനൊന്നും പോവില്ല, അവരത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് എന്നും പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് അങ്ങനെ അഖിൽമാരാർ മാറും. ഈ പറഞ്ഞ പോലെ കൊട്ടാരക്കരയിൽ 20% വോട്ട് പിടിക്കുക, കൊട്ടാരക്കര മത്സരിക്കുകയാണെങ്കിൽ 20% വോട്ട് ഉയർത്താൻ പറ്റിയാൽ. പക്ഷേ ഇപ്രാവശ്യം അത് വളരെ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായി മാറും. കാരണം ഐഷ പോറ്റിയാണ് KN ബാലഗോപാലൻ എന്ന് മത്സരിക്കുന്നതെങ്കിൽ ഐഷ പോറ്റി എന്ന് പറഞ്ഞ CPMന്റെ നേതാവ്, അതായത് പിന്നെ കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ബാലകൃഷ്ണ പിള്ളയുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്ന ഒരു ആധിപത്യം, UDF-നുണ്ടായ ഒരു ആധിപത്യം അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു വലിയൊരു പോരാളിയായിട്ട് വന്ന് ഒരു വനിതാ നേതാവ് വന്ന് CPM 3 തവണ തുടർച്ചയായിട്ട് മണ്ഡലം പിടിച്ചെടുക്കുന്നു. ബാലഗോപാലും അപ്പോൾ 10,000 വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടി വളരെ മികച്ചൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് വ്യക്തിപരമായി വോട്ടുണ്ട്, കൊട്ടാരക്കരയിൽ വ്യക്തിപരമായി വോട്ടുണ്ട്. ഇപ്പം പറയുമ്പോൾ എത്രത്തോളം കിട്ടുന്ന ഒരു പാർട്ടി വോട്ട് കേരള വോട്ടുകൾ, പക്ഷേ എങ്കിലും കുറച്ച് വോട്ട് ഷെയർ കിട്ടും. അത് CPM കുറച്ച് വോട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റും. ബാലഗോപാലിന് വെല്ലുവിളിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ NDAയുടെ ഈ അഖിൽമാരാറിൻ്റെ വോട്ടുകൾ അദ്ദേഹം ഒരു പിന്നെ സോഷ്യൽ മീഡിയയിലെ ഫാൻ ബേസ് പറഞ്ഞാൽ യുവാക്കളുടെ വോട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ബിഗ് ബോസിലായി വരുമ്പോൾ പ്രബുദ്ധരായ യുവാക്കൾ എത്രത്തോളം വോട്ട് അതിനിടയിൽ വോട്ട് പിടിക്കുന്നത്. അതിൽ മറ്റൊരു ഇത് വരുന്നത് ശ്രദ്ധിക്കേണ്ടത് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ ദൃശ്യണ്ടേക്കാം. LDF-ന്റെ വോട്ടുകളാണ് അങ്ങോട്ട് മാറുന്നെങ്കിൽ ഐഷ പോറ്റി LDF-ന്റെ കുറച്ചുകൂടെ വോട്ടുകൾ പിടിക്കുന്നെങ്കിൽ ഫലം മാറിയും ഒരു ത്രികോണപൂരിലേക്ക് എത്തും, അഖിൽമാരാർ ജയിക്കുന്നു എന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ കൂടെ ഈ ഒരു വോട്ട് ഷെയർ മാറുമ്പോൾ അത് LDF-നും UDF-നും ജയപരാജയങ്ങളെ ബാധിച്ചേക്കാം, എങ്ങോട്ടും മാറിയേക്കാം. അപ്പം അത് NDAയുടെ കാര്യമല്ല. പക്ഷേ NDA ഉദ്ദേശിക്കുന്നത് തന്നെ 15% വോട്ട് ഷെയർ 20 ഉയർത്തുക, അത് സംസ്ഥാനത്ത് വോട്ട് ഷെയർ ഉയർത്തുക എന്നുള്ളത് അതിന് പറ്റിയ കാൻഡിഡേറ്റ് കൊണ്ടുവരിക. ആ വോട്ട് ഷെയർ എത്താൻ വേണ്ടി മാത്രമാണ് കൊട്ടാരക്കരയിൽ അഖിൽമാരാർ നല്ല കാൻഡിഡേറ്റ് ആണെന്ന് ആ സ്വകാര്യ ഏജൻസി പിന്നെ റിപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. 2020 ഉണ്ട്. ഇപ്പം ഞാൻ BJP അല്ലല്ലോ, ഞാൻ 2020 അല്ലെന്ന് പറഞ്ഞതല്ല. 2020 ഒരു വികസന രാഷ്ട്രീയം മറ്റും പറഞ്ഞ സാബുദ്ദീൻ ജേക്കബിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അത് NDAയിലാണ് പൊന്നിച്ചെത്തുന്നതും ഇതെല്ലാം കൂടി ഒഴുകിയെത്തുന്ന അവിടെ കാണുന്നത് മറ്റൊരു ഘടകം വരുന്നു. കേരളത്തിന്റെ വികസന മാതൃക കിഴക്കമ്പലത്തിൽ നിന്ന് തുടരണം, അല്ലെ കിഴക്കമ്പലമാണ് അതിന്റെ മാതൃക എന്നാണ് അഖിൽമാരാർ പറയുന്നത്. പക്ഷെ അത് എപ്പോഴാണ് പറയുന്നതെന്നുള്ളതാണ്. ഏതൊക്കെയാലും നമുക്കത് അഖിൽമാരാറിന്റെ ഈ രാഷ്ട്രീയ പ്രവേശനം 2020 വഴിയുള്ള NDAയുടെ ഭാഗമാണുള്ള തീരുമാനം എത്രത്തോളം NDAക്കും അതുപോലെ 2020ക്ക് നേട്ടമാകുമെന്ന് നമുക്ക് കണ്ടു. സീറ്റ് ഏതാണെന്ന് കൂടി ഒന്ന് വ്യക്തം വന്നാലും നമുക്ക് കൂടുതൽ പറയാൻ വേണ്ടി പറ്റും. പറഞ്ഞ കൊട്ടാരക്കരയിൽ എന്ത് സംഭവിക്കാം ഒരാളും കൂടെ വരുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും വേണ്ട. ഒരു ഏതെങ്കിലും സീറ്റ് കിട്ടിയിട്ട് കുറച്ച് ബഹളം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ മറ്റു ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഈ തെരഞ്ഞെടുപ്പ് സമയത്തും രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നു, അതിനുശേഷം വീണ്ടും തന്റെ കർമ്മ മേഖലയിലേക്ക് മാറുന്നു. അതായിരിക്കും അഖിലും ഉദ്ദേശിക്കുന്നത്.